റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകൾ 3. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമല. ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മിശപ്പുലിമല. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സിംഹവാലൻ കുരങ്ങ്. വരയാടുകൾ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏത്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം നൂറനാട്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ. കേരളത്തിലെ 16ാമത് വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യ ടൈഗർ റിസർവ് പെരിയാർ. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മുതലമട. ചാമ്പൽ മലയണ്ണാൻ സാധാരണയായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ചിന്നാർ. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം കുറിഞ്ഞിമല. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ചൂലന്നൂർ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. ഏതു നദിയുടെ തീരത്താണ് കോട്ടയം? മീനച്ചിൽ. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? അഷ്ടമുടിക്കായൽ. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റം. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം. ജലനഗരം എന്നർത്ഥം വരുന്ന കൊല്ലത്തെ നഗരം പുനലൂർ. കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് വേമ്പനാട് പക്ഷി സങ്കേതം. കോട്ടയം ഇടുക്കി അതിർത്തിയിൽ 2 മലകൾക്കിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഇലവീഴ പൂഞ്ചിറ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ.